നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ അന്തിക്കാട് സെന്ററിന് ലയൺസ് ക്ലബ് ഓഫ് കാഞ്ഞാണി സെൻട്രലിന്റെ സഹായം. കേന്ദ്രത്തിനാവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും പ്രവർത്തന ഫണ്ടിലേക്ക് സംഭാവനയും നൽകിയാണ് ക്ലബ്ബ് പിന്തുണ അറിയിച്ചത്. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ വിമൽ വേണുവും ലയൺസ് ക്ലബ് കാഞ്ഞാണി പ്രസിഡന്റ് MS പ്രദീപും മറ്റു ഭാരവാഹികളും ചേർന്ന് ഉപകരണങ്ങളും പ്രവർത്തന ഫണ്ടിലേക്ക് ചെക്കും കൈമാറി. ആൽഫ അന്തിക്കാട് സെന്ററിന് വേണ്ടി സെൻട്രൽ കൌൺസിൽ മെമ്പർ CR രാജീവ്, ട്രഷറർ വിജയൻ മാണിക്കത്ത്, വിൻസെന്റ് വർഗീസ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ആൽഫ മതിലകം ലിങ്ക് സെന്ററിലെ സ്റ്റാഫും സന്നദ്ധ പ്രവർത്തകരും വിനോദയാത്ര നടത്തി. 18 പേരടങ്ങിയ സംഘം ചാവക്കാട്, എടക്കഴിയൂർ, മറൈൻ വേൾഡ്, 4 മണിക്കാറ്റ് എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്ര സംഘടിപ്പിച്ചത്. എന്നും സങ്കടങ്ങൾ മാത്രം കാണുന്ന സ്വാന്തന പരിചരണ പ്രവർത്തകർക്ക് യാത്ര വളരെ ആസ്വാദ്യകരമായി അനുഭവപ്പെട്ടെന്ന് സംഘാംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തി. ആൽഫ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗം പ്രസിഡന്റ് KA ഖദീജാബിയുടെ അധ്യക്ഷതയിൽ ആരത്രിക ഹാളിൽ നടന്നു. 2026 ജൂൺ മാസത്തെ വരവ് ചെലവ് കണക്കുകൾ, മെഡിക്കൽ സേവനങ്ങളുടെ വിവരങ്ങൾ എന്നിവ അവതരിപ്പിച്ച് ചർച്ചകൾക്ക് ശേഷം അംഗീകരിച്ചു. സെന്ററിന്റെ കെട്ടിട നിർമ്മാണ പുരോഗതി കൺവീനർ റിപ്പോർട്ട് ചെയ്തു. സെപ്റ്റംബർ 5-ന് സെന്ററിന്റെ 11ാം വാർഷികവും ഓണാഘോഷവും നടത്താൻ തീരുമാനിച്ചു. പുതിയതായി ചാർജ് എടുത്ത ഡോക്ടർ സ്നേഹയെ പ്രസിഡന്റ് പരിചയപ്പെടുത്തി. പരിചരണത്തിനായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണത്തിലുള്ള വർധനവ് കണക്കിലെടുത്ത് മെച്ചപ്പെട്ട പരിചരണം കൃത്യസമയത്ത് നൽകുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. സെക്രട്ടറി CS തിലകൻ, നഴ്സ് ഇൻചാർജ് MS ലിൻസ, EV രമേശൻ, KK അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.